कोई है नहीं, तुझ बिना सिरा मेरा है ना कहीं, राहूं तेरी बाहों में प्रियता मेरे, तू ही मेरा सर्वस्व यीशु मेरे, तुझसा इस जहान में ना कोई है नहीं, तुझ बिना सिरा मेरा है ना कहीं, राहूं तेरी बाहों में प्रियता मेरे, तू ही मेरा सर्वस्व यीशु मेरे, आराधना तेरी आराधना, यीशु मेरे तेरी आराधना, आराधना तेरी आराधना, यीशु मेरे तेरी आराधना, अर्पण करता हूँ खुद को हाथों में तेरे, तो दे मुझको तू प्रभु वचनों से तेरी इच्छा पर ही तू मुझको चला, बढ़ते पवित्र आत्मा से मुझको खुदा, अर्पण करता हूँ खुद को हाथों में तेरे, तो दे मुझको तू प्रभु वचनों से तेरी इच्छा पर ही तू मुझको चला, बढ़ते पवित्र आत्मा से मुझको चुरा, आराधना तेरी आराधना, यीशु मेरे तेरी आराधना, आराधना तेरी आराधना, यीशु मेरे तेरी आराधना, चलता मैं रहूं तेरी राहों पर सदा, बन के रहबर मेरा तू चलना संग खुदा, तुझ पर ही बना रहे मेरा भरोसा, तू मेरी चट्टान रहूं तुझ में स्थिर सदा, चलता मैं रहूं तेरी राहों पर सदा, बन के रहबर मेरा तू चलना संग खुदा, तुझ पर ही बना रहे मेरा भरोसा, तू मेरी चट्टान रहूं तुझ में स्थिर सदा, आराधना तेरी आराधना, यीशु मेरे तेरी आराधना, आराधना तेरी आराधना, यीशु मेरे तेरी आराधना. స్తోత్రం. ప్రైజ్ ది లార్డ్. ప్రైజ్ ది లార్డ్. Praise the Lord, brother. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह की मधुर नाम में आप सबको प्रेम नमस्कार. ഒരിക്കൽ കൂടി നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് നൽകിയ മഹാകൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. परमेश्वर ने दिया हुआ ये सुंदर दिन के लिए, अवसर के लिए परमेश्वर को धन्यवाद देते हैं. ആമേൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. आइए अपने आंखों को बंद करें, प्रार्थना करें. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധന നിത്യമായ സർവേശ്വര കർത്താവെ, അടിയങ്ങള് ഈ പകൽക്കാലം ഇന്ത്യയില് പകൽ സമയമായിരിക്കുന്നല്ലോ, അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പൊന്നുപാദപീഠത്തെങ്കില് സ്വർഗീയ വചനങ്ങളെ ധ്യാനിക്കുവാൻ തക്കവിധം, സ്വർഗീയ മന്ന ഭുജിക്കുവാൻ തക്കവിധം കർത്താവെ, നിന്റെ മക്കൾ ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്നല്ലോ.
അവിടുത്തെ വചനം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഈ കൃപ അധികമായി പകരണം. അടിയങ്ങള് വചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും ദൈവമേ, അത് ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾക്ക് ബലവും ധൈര്യവുമായി തീരണം, സമാധാനമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ, അവിടെ നിന്ന് കൃപ ധാരാളമായി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാവോടുകൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്ത ദൈവത്തിന്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന ലീഡ് ചെയ്ത പ്രിയ അരവിന്ദ് ബ്രദറെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഒരു വട്ടം കൂടി ആ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നാവോടുകൂടി ഇരിക്കണം ദൈവമേ. വചനം ദൈവമേ ഹല്ലേലൂയ, അത് കൃപയോടും ഹല്ലേലൂയ ശ്രേഷ്ഠതയോടും കൂടെ പറയുവാനുള്ള ഒരു കൃപ തരണം കർത്താവ്. തിരുനാമം വാഴ്ത്തപ്പെടണം. അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തെ യാചിക്കുന്നു. കൃപ തോന്നി ദയ തോന്നി കേൾക്കുമാറാകണം പൊന്നുപിതാവേ. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ജയ് മസീഹ്. Jai Masih ki. പ്രൈസ് ദി ലോർഡ്. ജയ മസീഹ്. ജയ് മസീഹ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. याकूब का पत्रिका 4 अध्याय का 7वां वाक्य को हम पढ़ेंगे. 7 and 8वां 7वां और 8वां वाक्य को हम पढ़ेंगे. वाक्य. इसलिए परमेश्वर के अधीन हो जाओ और शैतान का सामना करो तो वह तुम्हारे पास से भाग निकलेगा. परमेश्वर के निकट आओ तो वह भी तुम्हारे निकट आएगा. हे पापियों, अपने हाथ शुद्ध करो, और हे दुश्चिंत लोगों, अपने हृदय को पवित्र करो. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മൾ ഒരിക്കലൊന്ന് ധ്യാനിച്ചതാണ്. ഇത് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കതിന്റെ മറ്റൊരു വശവും കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. कुछ दिन पहले हम इस वचन को चिंतन किया है. आज फिर से हम उसके एक और भाव को हम चिंतन करेंगे. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രിയമുള്ളവരെ, ശത്രുവിന് നമുക്കറിയാം, നമ്മൾ ദൈവമക്കള് നാം ഓരോരുത്തരും ഒരു വാർഫെയർ അല്ലെങ്കിൽ ശത്രുവിനോട് ഒരു ആത്മീക യുദ്ധം നമ്മുടെ ജീവിതത്തിലുണ്ട്. मेरे प्यारो, हमें हमेशा शत्रु के साथ में एक युद्ध होते हैं. എന്തെന്ന് വെച്ചാല് നമ്മൾ ഒരിക്കൽ ശത്രുവിന്റെ അധീനതയിലായിരുന്നു. हम शत्रु के अधीन में थे. അതുപോലെ തന്നെ അതാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ അനുസരണക്കേടിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നവരായിരുന്നു നാം ഓരോരുത്തരും. हम आज्ञा ना मानने वाला आत्मा के अनुसार हम चलते थे. നമുക്ക് ഇങ്ങനെ പറയാം, നമ്മളെല്ലാവരും ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് വേറൊരു ലോകത്തിലായിരുന്നു. हम यीशु मसीह में आने के पहले और हम संसार में थे. നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നെങ്കിലും പാപം മൂലം നമ്മൾ ശത്രുവായ പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. हम अपने नंगा अंगों से हमको नहीं दिखता था, परंतु पाप के कारण हम शत्रु शैतान के अधीन में थे. അവന്റെ ഇഷ്ടമാണ് നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ഭരിച്ചിരുന്നത് അവന്റെ ഇഷ്ടമായിരുന്നു. हमारा शरीर आत्मा देही का ऊपर अधिकार शैतान के अधीन में थे. അല്ലെ, നമുക്കറിയാം ഇസ്രായേൽ മക്കള് ഈജിപ്തില് ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. हमें मालूम है इस्राएल लोग फरवोन का मिस्र में फरवोन के अधीन में थे. ആ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ജീവിതത്തില് അവരുടേതായ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും അവർക്കില്ലായിരുന്നു വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. मेरे प्यारो, हमें समझना है इस्राएल लोगों को मिस्र में अपने इच्छा के अनुसार अपनी आजादी के साथ जी नहीं सकता था. അവർ അല്ലെ ഫറവോന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ അടിമവേല നാം ചെയ്യുകയായിരുന്നു. फरवोन का इच्छा के अनुसार
गुलाम में हम काम कर रहे थे। ദൈവം യഹോവയുടെ നാമത്തിൽ ആരാധിക്കുവാനോ ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു ചെല്ലുവാനോ പോലും ഈ അടിമത്തം അവരെ അനുവദിച്ചില്ല. यहोवा का जो आराधना करना, परमेश्वर की उपासना करना बड़ी मुश्किल थी। പക്ഷേ ദൈവം അവർക്ക് വേണ്ടി മോശയിലൂടെ ഒരു വഴി തുറന്നു കൊടുത്തപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. प्रेज़ द लॉर्ड, मूसा के द्वारा अगुवाई में परमेश्वर ने उनको आजाद किया है ताकि आप प्रभु की आराधना कर सके। അവർ മോശയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ആരംഭിച്ചു. എങ്ങോട്ട്? ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ ഒരു യാത്ര ആരംഭിച്ചു. मूसा का अगुवाई में वायदा का देश की ओर उन्हें यात्रा शुरू कर दिया। അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. निर्गमन का पुस्तक में हम पाए जाते हैं, അവർ ദൈവത്തോട് അടുത്തു ചെന്നു. वो परमेश्वर के एकदम निकट पहुंच गया। നമുക്കറിയാം, അവർ പെസഹ കുഞ്ഞാടിനെ അറുത്തുകൊണ്ട് ദൈവവുമായിട്ട് അവർ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് അവർ കടന്നു വന്നു. ओ पसखा का मेमने को वध करके ओ परमेश्वर के साथ उन्होंने बादशाह बांध कर परमेश्वर का नजदीक आया। അബ്രഹാമിന് കൊടുത്ത ദൈവീക വാഗ്ദത്തം ദൈവം ഇസ്രയേൽ മക്കളിൽ കൂടി ഒന്ന് പുതുക്കി നൽകി. अब्राहम के द्वारा परमेश्वर ने दिया वायदा को फिर से वो नवीकरण कर दिया है। അതുമൂലം അവർക്ക് എന്തുണ്ടായി? അവർക്കൊരു മോചനമുണ്ടായി, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ടായി. उसके द्वारा उनको आजादी मिला है, स्वतंत्रता मिला है। ഹല്ലേലൂയ. അതുകൊണ്ട് എന്തു സംഭവിച്ചു എന്നറിയാവോ? ശത്രുവിന്റെ ആശ അവരുടെ മേൽ നടന്നില്ല. इसलिए मेरे प्यारों, जो शत्रु का आशा था और उनके ऊपर जय नहीं पाया। ശത്രുവിന്റെ ആശയും ശത്രുവിന്റെ ഇഷ്ടവും ഇസ്രയേൽ മക്കളുടെ ജീവിതത്തില് നടന്നില്ല. शत्रु का जो इच्छा था, योजना था, वो इसराइल के ऊपर नहीं हो पाया। എന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. कारण क्या है? परमेश्वर उनका बीच में उतर के आया। ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ശത്രുവിനോട് ജയിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് എത്രത്തോളം ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ സാധിക്കുന്നുവോ അത്രമാത്രം ദൈവത്തോട് നാം അടുത്ത് നിൽക്കണം. इसलिए मेरे प्यारों, हमें जितना परमेश्वर का निकट जाना है उतना हमें नजदीक जाना है। ഇവിടെ ഞാൻ എത്രത്തോളം എന്ന് പറയുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചോണം. मैं कितना तक जो आपसे बोलते हैं आपको समझना है। പ്രിയമുള്ളവരെ, എനിക്കോ ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ ചിലപ്പോൾ ദൈവത്തോട് നമുക്ക് അടുക്കേണ്ട വിധത്തിൽ അടുക്കുവാൻ സാധിച്ചെന്ന് വരത്തില്ല. मेरे प्यारों, हम सोचने के अनुसार परमेश्वर का नजदीक हमें पहुंचना मुश्किल हो सकती है। അവിടെ നമുക്ക് പ്രവൃത്തി മാർഗമോ കർമ്മമാർഗമോ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നില്ല. मेरे प्यारों, हमारा काम, हमारा कर्म हमें परमेश्वर के नजदीक में नहीं पहुंचाते हैं। പ്രിയമുള്ളവരെ, ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുനാഥനാകുന്നു. मेरे प्यारों, इसराइल लोगों के लिए एक मेमना वध हुआ है, वैसे हमारे लिए भी एक मेमना जो वध हुआ है, जो परमेश्वर के एकलौते पुत्र यीशु मसीह जो हमारे लिए कुर्बान हुआ है। പ്രിയമുള്ളവരെ, അതാണ് ദൈവിക വ്യവസ്ഥ എന്ന് പറയുന്നത്. मेरे प्यारों, ये ही परमेश्वर की जो व्यवस्था है। എനിക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ ഈ കുഞ്ഞാടിന്റെ ഈ ഹല്ലേലൂയ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കുഞ്ഞാടിന്റെ ദൈവ കുഞ്ഞാടുമായിട്ടുള്ള ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വരണം. मेरे प्यारों, हमें भी स्वतंत्र होने के लिए, बचने के लिए हमें भी परमेश्वर की मेमना के पास आना जरूरी है। हमें विश्वास करना जरूरी है।
അതിനാണ് നാം പുതുനിയമം എന്ന് പറയുന്നത്. इसलिए हम नया नियम जो कहते हैं, അതിനാണ് നാം യേശുവിലുള്ള പുതുനിയമത്താൽ ദൈവത്തോട് നാം ഇന്ന് അടുപ്പം പ്രാപിച്ചിരിക്കുന്നവരാണ്. प्रभु यीशु मसीह का नए नियम के द्वारा हम परमेश्वर की वश में आ गया है. ഇനി എനിക്ക് എങ്ങനെ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കണം? मुझे और प्रभु का साथ कितना मुझे नजदीक आना है. കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരില് കുറച്ച് നേർച്ച കാഴ്ചകൾ ചെയ്താൽ എനിക്ക് കൂടുതലായിട്ട് അടുക്കാൻ പറ്റുമോ? यीशु मसीह के नाम से कुछ कर्म कांड करने से क्या मैं यीशु के नजदीक आ सकता है? ഞാൻ എന്തെങ്കിലും കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്തെങ്കിലും ആലയം പണിയുകയോ എന്തെങ്കിലും മറ്റു രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ എനിക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുമോ? क्या मैं परमेश्वर का भवन बनाने के लिए दान धर्म करने से क्या मैं परमेश्वर के नजदीक आ सकता है? ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവൃത്തി കൊണ്ട് നമ്മൾ ദൈവത്തോട് അടുക്കുന്നില്ല. നല്ല പ്രവൃത്തികൾ നാം ചെയ്യേണ്ടവയാണ്. मेरे प्यारो, हमारे कर्म कांड दान के द्वारा हम खुदा के नजदीक नहीं आते. ये सब कुछ हमें करना जरूरी है. ദൈവത്തോട് നാം അടുക്കണമെങ്കിൽ അത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താലും അവനോടുള്ള കൂട്ടായ്മയിലുമാണ് നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ സാധിക്കുന്നത്. आप प्रभु यीशु मसीह के ऊपर विश्वास और उसकी संगति के द्वारा हम उसकी नजदीक में आते हैं. അല്ലെ, നമുക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. हमारे एक मित्र है, समझ लीजिए. ഒരു നയാ മിത്ര ആണെന്ന് വിചാരിക്കുക. एक नया मित्र है, समझ लीजिए. അല്ലെ, അവനെ നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? उसको, मेरा नया मित्र को मैं ज्यादा पहचान है तो मुझे क्या करना है? അവൻ എന്നോട് വിശ്വസ്തനാണോ ഞാൻ അവനോട് വിശ്വസ്തനാണോ എന്ന് എനിക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? वो मुझसे विश्वास योग्य है, मैं उसके साथ ईमानदार है, मैं कैसे पहचान लूंगा? ഞാൻ അവനുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകണമല്ലേ? मैं ज्यादा उनके साथ व्यवहार में आगे बढ़ना है. അവന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം നാം അറിയുമോ? हम कुछ गिफ्ट देने से क्या उसको पहचानेंगे? അവൻ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് അവൻ എന്നോട് വിശ്വസ്തത ഉണ്ടാകണമെന്നുണ്ടോ? वो मैं कुछ कर्म करने के द्वारा वो मेरे साथ विश्वास करना कोई जरूरी है? വിശ്വാസവും സ്നേഹവും ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. विश्वास और प्रेम जो होना है वो दिल के अंदर से होना है. ഇത് ഞാനൊരു മാനുഷികമായ ഒരു പ്രമാണം, ഒരു ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ. मैं एक मानुषिक तौर से आपको एक दृष्टांत कहा है. ഹൃദയം കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ, आप दिल से आपस में मिल जाएं. എന്നോട് ആരും പറഞ്ഞു തരണ്ട എന്റെ സുഹൃത്തിന് ഞാൻ നല്ലത് ചെയ്യണം, ഞാൻ നല്ലവനാകണമെന്ന് എന്നോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. कोई बोलने की जरूरत नहीं. आपस में दिल मिलने से वो अपने मित्र के लिए कुछ भी करने के लिए तैयार होते हैं. പ്രിയമുള്ളവരെ, ഞാൻ ക്രിസ്തുവിനോട് അടുത്തു ചേരുമ്പോഴുണ്ടല്ലോ, ക്രിസ്തുവിന്റെ ഫലം എന്നിലുണ്ടാകും. मैं यीशु के नजदीक में आते हैं, यीशु मसीह का फल मेरे जीवन में होते रहेंगे. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ, യോഹന്നാന്റെ അതിനു മുമ്പ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. एफेसियों का पत्रिका ആ- 2 अध्याय का 8वां वाक्य को हम पढ़ेंगे. क्योंकि विश्वास के द्वारा अनुग्रह ही से तुम्हारा उद्धार हुआ है, और यह तुम्हारी ओर से नहीं वरन परमेश्वर का दान है. കണ്ടോ? ഹല്ലേലൂയ. 8-ാം വാക്യം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിലും विश्वास ही से तुम्हारा उद्धार हुआ है. വിശ്വാസം മൂലം, അതും ഹല്ലേലൂയ പ്രവൃത്തി നിങ്ങൾ കാരണമല്ല, മറിച്ച് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. यह तुम्हारी ओर से नहीं वरन परमेश्वर का दान है.
തന്റെ പുത്രനിൽ വിശ്വസിക്കുവാൻ തക്കവിധം ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടായത് കൊണ്ടാണ് നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. पुत्र के ऊपर विश्वास करने के द्वारा आज हमारा उद्धार हुआ है। അവിടെ നമ്മുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നേർച്ച കാഴ്ചകളോ കർമ്മമാർഗമോ യാതൊന്നുമല്ല. ഞാൻ ഒരു തീരുമാനമെടുത്തു, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കും. अब मेरे प्यारो प्रेसलो, हमारी कर्म कांड का द्वारा नहीं, हमारा दान धर्म का कारण नहीं, मैंने केवल विश्वास किया, विश्वास के द्वारा मेरा उद्धार हुआ है। ക്രിസ്തു എനിക്ക് വേണ്ടി ഒരു അറക്കപ്പെട്ട കുഞ്ഞാടായി തീർന്നു. എന്റെ പാപങ്ങളെ അവൻ വഹിച്ചു. അതിനാൽ ഞാൻ എന്നെ തന്നെ അവനായി ദാനമായി നൽകുന്നു. यीशु मसीह मेरे खातिर जो कुर्बान हुआ, इसलिए प्रेज द लॉर्ड मैं अपने आप को दान के रूप में प्रभु को चढ़ाया है। അവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ശത്രുവിനോട് ജയമുള്ളത്. वही हमें शत्रु के ऊपर हमें जय मिलता है। ക്രിസ്തു നമ്മളോട് കൂടെ ഉള്ളപ്പോഴാണ് നാം ബലം പ്രാപിക്കുന്നത്. यीशु हमारे साथ में है, तब हमें बल मिलता है। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാണെങ്കിൽ, മരിക്കത്തക്ക ഒരു സാഹചര്യത്തിൽ അവനത് മരിക്കുവാൻ തന്നെ തയ്യാറായി എന്ന് വിചാരിക്കുക. समझ लीजिए आपके एक मित्र है, आपका प्रिंस आपके खातिर, आपके लिए वो मरने के लिए तैयार है, तो समझ लीजिए നിങ്ങൾ അവനെ സ്നേഹിക്കില്ലയോ? आप उनसे प्यार नहीं करोगे, നമ്മൾ അവനെ അനുസരിക്കില്ലയോ? आप उसके आगे नहीं मानोगे। നമ്മുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവനോട് കാണത്തില്ലയോ? हमारा प्रेम आखिरी दम तक उस मित्र के साथ नहीं होंगे क्या? പ്രിയമുള്ളവരെ, ഇതിലൊക്കെ ഉന്നതമാണ് ക്രിസ്തുവേശുവിൽ നാം പ്രാപിച്ച രക്ഷ എന്ന് പറയുന്നത്. मेरे प्यारों, इससे बढ़कर है जो यीशु मसीह के द्वारा हमने पाया हुआ उद्धार। അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്, ആ ഉടമ്പടി സ്ഥാപിക്കുന്നത് നമ്മുടെ ഹൃദയവും തമ്മിലാണ്. इसलिए मेरे प्यारों, जो खुदा के साथ हम जो बाचा बांधते हैं, हम अपने दिल के द्वारा ही है। ക്രിസ്തുവുമായിട്ട് നാം ആത്മാവിൽ ഒന്നാവുകയാണ്. हम यीशु मसीह के द्वारा हम आत्मा में एक हो जाते हैं। അവിടെ നമ്മൾ ഒന്നാകുമ്പോൾ അവിടെ അവിശ്വാസത്തിന് സ്ഥാനമില്ല. हम एक मन हो जाते हैं, उसके बीच में अविश्वास का कोई स्थान नहीं है। അവിടെ ഇരുമനസ്സിന് സ്ഥാനമില്ല, സംശയത്തിന് സ്ഥാനമില്ല. वहां दुश्चिंत का स्थान नहीं है, वहां अविश्वास को स्थान नहीं है। അവിടെ യേശു എന്നെ രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമേ നമുക്കില്ല. क्या यीशु मुझे बचाएगा, ऐसा कोई शक है नहीं है। അവിടെ മറിച്ച് ഒന്ന് മാത്രമേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ, യേശുവിൽ ഞാൻ ആശ്രയിക്കുക എന്നുള്ളത്. वहां एक ही काम मुझे करना है, सिर्फ यीशु मसीह पर भरोसा रखना। ആമേൻ. അപ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് നാം അടുത്ത് നിൽക്കണം. അവിടെയാണ് ദൈവം നമുക്ക് ശത്രുവിനെതിരെ നമുക്ക് ജയം തരുന്നത്. हम परमेश्वर की नजदीक हम रहने से शत्रु के ऊपर हमें विजय मिलता है। ആമേൻ. നമുക്ക് പഴയ നിയമ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. हम पुराने किताब में हम जाएंगे। നമുക്ക് ന്യായാധിപന്റെ ന്യായാധിപ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. हम न्यायों के पुस्तक को देखेंगे, അതിന്റെ 7-ാം അധ്യായം. 7वां अध्याय को हम देखेंगे। 6 छठवां अध्याय। അവിടെ ഗിദയോൻ എന്നുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. यहाँ गिदयोन बोलकर एक व्यक्ति को हम पाए जाते हैं। നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വിശ്വാസ വീരൻ തന്നെയാണ് ഗിദയോൻ. हम सब लोग परिचित है, एक विश्वास की योद्धा है गिदयोन। നമുക്കറിയാം, ഇസ്രായേൽ മക്കള് ഈ വാഗ്ദത്ത അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തായിരുന്നപ്പോൾ അവരുടെ അനുസരണക്കേട് മൂലം ദൈവം പലപ്പോഴും അവരെ ശത്രുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു.
कई बार इस्राएल लोग परमेश्वर के सामने अविश्वस्तता करने के कारण कई बार शत्रु के हाथ में चले गए. അത് എന്തിനാണെന്നറിയാവോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ബലവാനെന്ന് കാണിക്കേണ്ടതിന് തന്നെയാണ്. परमेश्वर सर्वशक्तिमान करके दिखाने के लिए परमेश्वर ने ऐसा किया है. അന്ന് ദൈവം ശത്രുവിന്റെ കൈകളിൽ ഇസ്രായേൽ മക്കളെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ परमेश्वर शत्रु के हाथों में इसराइल लोगों को सौंप दिया तो ഇന്ന് നമ്മളെ അനുസരണത്തിൽ നടത്തുവാൻ ദൈവം പലപ്പോഴും നമ്മളെ അനുസരണം എന്താണ് ഹല്ലേലൂയ അനുസരണം പഠിപ്പിക്കാറുണ്ട്, ഡിസിപ്ലിൻ നമ്മളിൽ ചെലുത്താറുണ്ട്, ചെയ്യാറുണ്ട്. कई बार परमेश्वर हमें आज्ञाकारी बनाने के लिए कई बार परमेश्वर शिक्षा देते हैं. അങ്ങനെ ഇസ്രായേൽ മക്കളെ ശത്രുവിന്റെ കരങ്ങളിലേക്ക് സർവശക്തനായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. इस प्रकार इसराइल लोगों को परमेश्वर ने शत्रु के अधीन में कर दिया. അവരുടെ ജീവിതം ദുസ്സഹമായി. उनका जिंदगी बड़ी दुर्दशा थी. നമുക്കറിയാം, ശത്രുവിന് വാതിൽ തുറന്നു കൊടുത്താൽ അവൻ എന്തിനാ വരുന്നത്? അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് അവൻ വരുന്നത്. मेरे प्यारों, शत्रु के लिए एक द्वार हम खोल कर देंगे तो शत्रु क्या के लिए आते हैं? और चोरी करने, नष्ट करने, हत्या करने के लिए वो आता है. നാം ക്രിസ്തുവിൽ എന്താണ് പ്രാപിച്ചത് അത് സകലതും അവൻ കവരും. अब यीशु मसीह के द्वारा हमने जो जो प्राप्त किया है, ये सब कुछ शत्रु नष्ट करता है. നമ്മുടെ സമാധാനത്തെ അവൻ കവരും. हमारे शांति को वो चोरी करेंगे. നമ്മുടെ സ്വാതന്ത്ര്യത്തെ അവൻ കവരും. हमारे आजादी को वो कदम कर देंगे. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ അവൻ നശിപ്പിച്ചു കളയും. हम परमेश्वर के साथ हमारी जो संगति है उसको खत्म कर देंगे. നമ്മളിലുള്ള ആത്മാവിന്റെ നിറവിനെ അവൻ കെടുത്തിക്കളയും. हमारी ऊपर जो आत्मा की भरपूरी है उसको भी वो कदम कर देंगे. നാം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനെ അവൻ നശിപ്പിച്ചു കളയുവാൻ നോക്കും. हम प्राप्त किया हुआ परमेश्वर मसीह के जीवन को वो खत्म करने की कोशिश करता है. അതാണ് ശത്രുവിന് അവസരം കൊടുത്താൽ സംഭവിക്കുന്നത്. അതാണ് यही है, शत्रु को हम अवसर दे तो होने वाला घटना यही है. ആമേൻ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം തോന്നത്തില്ല. हम ऐसा शत्रु हमारे ऊपर अटैक करेंगे तो फिर हमें प्रार्थना करने का मन नहीं होती. നമ്മൾ പലപ്പോഴും വചനം വായിക്കുവാനോ ദൈവസന്നിധിയിൽ ഇരിക്കാനോ താല്പര്യം തോന്നത്തില്ല. अब परमेश्वर को उपस्थिति में बैठना, बाइबल का अध्ययन करना और उसकी चरणों में बैठकर प्रार्थना करने का मन नहीं होंगे. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് പലപ്പോഴും ദൈവികമായി കൈകാര്യം ചെയ്യാൻ തോന്നത്തില്ല. हमारे जिंदगी में आने वाला समस्या को खुदा की ओर से उसकी सामने करने का हमें हिम्मत नहीं होती. മറ്റു പല വഴികളിലൂടെയും അവൻ ആ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണുവാൻ നോക്കും. हम दूसरे रास्ते से होकर उस समस्या को हल करने के लिए हम कोशिश करता है. നമ്മളിലുള്ള ദൈവഭയം നഷ്ടപ്പെടും. हमारे जिंदगी में जो खुदा का भय है वो भी दूर हो जाते. നമ്മളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. हमारे जो जिंदगी में जो विश्वास योग्यता है वो भी नष्ट हो जाते हैं. ഇതാണ് ശത്രു ഇതുപോലെ അനേക കാര്യങ്ങൾ ചെയ്ത് നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ അവസാനം എന്നേക്കുമായിട്ട് നമ്മളെ ഹല്ലേലൂയ അവിടേക്ക് വലിച്ചെടുക്കുവാൻ അവൻ ശ്രമിക്കും. शत्रु इस प्रकार कई प्रकार के काम करते हमें प्रभु से दूर ले जाते हैं. ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ ഈ മിദ്യാനിര് വന്നിട്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ എന്ത് ചെയ്തു? ദുസ്സഹമാക്കി കളഞ്ഞു. यहाँ मिद्यानी लोग आकर इसराइल लोगों को ऊपर उन लोगों ने उनकी सब कुछ नष्ट करने लगा. അവരുടെ ഓരോ നന്മയും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ അനുഭവിക്കുവാൻ സാധിക്കാതെ വണ്ണം അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കി കളഞ്ഞു. इसराइल लोगों का हर प्रकार की आशीषों को प्रेज द लॉर्ड मिद्यानी लोग नष्ट करते गए. അതിന്റെ 5ഉം 6ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5वां और 6वां वाक्य को हम पढ़ेंगे. क्योंकि वे अपने पशुओं और डेरों को लिए
हुए चढ़ाई करते और टिड्डियों का दल के समान बहुत आते थे और उनके ऊँट भी अनगिन होते थे और वे देश को उजाड़ने के लिए उसमें आया करते थे। और मिद्यानियों के कारण इसराइली बड़ी दुर्दशा में पड़ गए। तब इसराइलियों ने यहोवा की दोहाई दी। കണ്ടോ, ഒന്ന് നോക്കിക്കേ. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ വിരിച്ചു വെച്ച ചിറകാണ്, ഇസ്രായേൽ മക്കളുടെ മേൽ വിരിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ചിറകാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. मेरे प्यारो, परमेश्वर के एक पंख उनके ऊपर हम पाए जाते हैं। സ്തോത്രം. അതുപോലെ തന്നെ ഹാലേലൂയ അല്ലെ, ചെങ്കടൽ അവർ കടക്കുമ്പോൾ പിതാവായ ദൈവം ഒറ്റ നോട്ടത്തിൽ എന്ന പോലെ ഇസ്രായേൽ ഈജിപ്തിലെ സകല സൈന്യത്തെയും നശിപ്പിച്ചു കളയുന്നത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. मेरे प्यारो, लाल सागर में हम देखते हैं प्रेज़ द लॉर्ड, फिरौन का सभी सेना को वहां लाल सागर में डुबा दिया, मारा गया, हम पाए जाते हैं। ഓ, മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവരുടെ മധ്യേ നിൽക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. मेरे प्यारो, मरुभूमि यात्रा में परमेश्वर ने दिन में बादल के रूप में, रात में अग्नि स्तंभ के रूप में इसराइल लोगों को संभाला है। പക്ഷെ പാപവും കൂടെ കൂടെയുള്ള അവരുടെ പിന്മാറ്റവും ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവരിൽ നിന്ന് എടുത്തു മാറ്റി. मेरे प्यारो, उनका जो जिंदगी का कुड़कुड़ाना है और आपस में परमेश्वर के विरुद्ध में पाप करने का प्रभु ने जो खुदा की उपस्थिति है उनसे हटा दिया है। അവരുടെ ജീവിതത്തിലേക്ക് അശുദ്ധി കടന്നു വന്നു. उनका जिंदगी में अपवित्रता प्रवेश हो गए। ഹല്ലേലൂയ. അവിടെ ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് വിട്ടുപോയി. परमेश्वर की उपस्थिति उनका जीवन से चला गए। എന്നാൽ ഈ ഒരു സമയത്താണ് അവർ യഹോവയായ ദൈവത്തോട് അവർ നിലവിളിച്ചു. परंतु उन लोगों ने परमेश्वर को पुकारा, दोहाई दिया। ദൈവം അവരുടെ നിലവിളി കേട്ടു. അവരുടെ മധ്യത്തിൽ നിന്ന് ദൈവം അവർക്കായി ഒരു പ്രവാചകനെ, ഒരു രക്ഷകനെ ഉയർത്തി. मेरे प्यारो, परमेश्वर उनकी आज प्रार्थना सुना और परमेश्वर उनके बीच में एक व्यक्ति को खड़ा किया। ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ആ വ്യക്തിയാണ് ഗിദയോൻ എന്ന് പറയുന്ന വ്യക്തി. उस व्यक्ति है जो गिदयोन। അതിന്റെ 11 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11-12. 11 और 12 वाक्य पढ़ेंगे। न्यायों का पुस्तक 6 अध्याय का 11 और 12। फिर यहोवा का दूत आकर उस बांज वृक्ष के तले बैठ गए जो ओफ्रा में अबीएजेरी का ये योआशा का था, और उसका पुत्र गिदयोन एक दाखरस के कुंडू में गेहूं इसलिए जाड़ रहा था कि उसे मिद्यानियों से छिपा रखे। കണ്ടോ? उसको ഹല്ലേലൂയ. यहोवा का दूत ने दर्शन देकर कहा, हे शूरवीर सुरमा, यहोवा तेरा संग है। ആ ഹാലേലൂയ. യഹോവ തേരെ संग है। സംഘ് ഹെ. അപ്പൊ അവർക്കറിയാം ഈ ക്വസ്റ്റ്യൻ തന്നെ, ഈ പറച്ചില് തന്നെ ഉണ്ടല്ലോ, അവന്റെ ഹൃദയത്തെ ഒന്ന് ഇളക്കി. मेरे प्यारो, ये सवाल है, उनका जीवन को पूरा उलझा गया है। യഹോവയുടെ ദൂതൻ ഗിദയോനോട് പറഞ്ഞു, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. स्वर्गदूत आकर कहना लगा, यहोवा का दूत ने कहने लगा, परमेश्वर तेरा संग है। അവൻ അറിയാം യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രു ഞങ്ങളെ ഞെരുക്കത്തില്ലെന്ന് അവൻ അറിയാം. वो कहने लगा, यदि यहोवा हमारे संग है तो हमें इतना परेशानी क्यों? ഹല്ലേലൂയ. യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ മിദ്യാന്യർ ഞങ്ങളെ ഞെരുക്കത്തില്ല എന്ന് അവൻ അറിയാം. उसको मालूम है यदि यहोवा हमारे साथ है तो मिद्यानी लोग हमें परेशान नहीं करेगा। ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, എന്തുകൊണ്ട് ഹല്ലേലൂയ എന്നവൻ
ഒന്ന് വായിച്ചാട്ടെ എന്റെ 13-ാം വാക്യം. ഇതൊക്കെ ഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവൻ യഹോവയുടെ ദൂതനോട് ചോദിച്ചു. 6वां अध्याय के 13 वाक्य में गिदयोन ने उससे कहा, हे मेरा प्रभु बिनती सुन, यदि यहोवा हमारे संग होता तो हम पर यह सब विपत्ति क्यों पड़ती, और जितने आश्चर्य कर्म का वर्णन हमारे पुरखों ये कहकर करते थे, क्या यहोवा हमको मिस्रैम से छुड़ा नहीं लाया? वे कहाँ रहा? अब तो यहोवा ने हमको त्याग दिया और मिद्यानी के हाथ कर दिया. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ്, ഈ ഒരു മർമ്മം തന്നെയല്ലേ യാക്കോബ് അപ്പോസ്തലനും നമ്മളോട് പറയുന്നത്. मेरे प्यारो, इस जो बात है याकूब प्रेरित भी हमसे ये कहते हैं, നിങ്ങൾ ദൈവത്തോട് അടുത്തു നിൽക്കുവിൻ. परमेश्वर का नजदीक आइए. കർത്താവായ യേശുനാഥൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എന്താണ് സെന്റർ, മധ്യത്തില് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി തീരട്ടെ. जो परमेश्वर प्रभु यीशु मसीह आपका जिंदगी का मुख्य स्थान लेने दे. അവൻ നിങ്ങളോട്, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ ഏകാഗ്രതയും ക്രിസ്തുവിൽ തന്നെ വെക്കുവിൻ. आपका चिंता सोच विचार सारी बातें प्रभु यीशु मसीह में ही रखिए. അങ്ങനെയെങ്കിൽ ശത്രുവിന് നമ്മുടെ ജീവിതത്തില് ഒരിക്കലും ഒരു അവസരം ഉണ്ടാവുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. यदि परमेश्वर को ही आप मुख्य स्थान रखें, आपका जिंदगी में किसी प्रकार की समस्याएं परेशानी नहीं आएंगे. അപ്പൊ ഗിദയോന്റെ സംശയം ശരിയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. गिदयोन का जो शक वो सही था. അല്ലെ, ദൈവം ഇസ്രായേൽ മക്കളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ കഷ്ടമൊന്നും അവർക്കുണ്ടാകത്തില്ല എന്ന് അവൻ അറിയാമായിരുന്നു. यहोवा यदि मिस्रैम के साथ में होता, इस्राएलियों के साथ में होता, ये कष्ट नहीं होते. അല്ലെ, നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും, ദൈവം അവനെ ദൈവത്തിന്റെ ബലത്തോടെ അയക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. वहां हम देखते हैं 14 वाक्य में परमेश्वर तब यहोवा ने उस पर दृष्टि करके कहा, अपनी इसी शक्ति पर जा और तू इस्राएलियों को मिद्यानियों के हाथ से छुड़ाएगा. क्या मैंने तुझे नहीं भेजा? പ്രിയമുള്ളവരെ, ശത്രുവിനോട് നമുക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ബലം ആവശ്യമാണ്. मेरे प्यारो, यदि हम शत्रु का सामना करना हो, हमें परमेश्वर की शक्ति का जरूरत है. അപ്പസ്തോല പ്രവൃത്തികളിലെ മുഴുവനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശത്രുവിനോട് എതിർത്ത് നിൽക്കുന്ന അപ്പസ്തോലന്മാരെയാണ്. मेरे प्यारो, प्रेरितों का पुस्तक हम पढ़ते हैं, वहां शत्रु का सामने करने वाला प्रेरितों को हम देखते हैं. എന്തുകൊണ്ടാണ് അവർക്ക് ശത്രുവിന്റെ മേൽ അവർക്കൊരു ജയം നൽകുവാൻ ദൈവത്തിന് സാധിച്ചത്? उन लोग ने कैसे शत्रु के ऊपर जय पाया है? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലം അവരോടുകൂടെ ഉണ്ടായിരുന്നു. परमेश्वर का पवित्र आत्मा की भरपूरी, पवित्र आत्मा की शक्ति उनके साथ में थे. അവര് കടന്നു ചെല്ലുന്നിടത്തെല്ലാം ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവം തന്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു. लोग जहां भी जाते थे, परमेश्वर की सामर्थ के द्वारा परमेश्वर की वचन की मनादियां करते जाते थे. ഗിദയോനോട് ദൈവം പറഞ്ഞു, നീ ഈ ബലത്തോടെ പോവുക. गिदयोन से परमेश्वर कहा, तू इस शक्ति से जा, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. मैं हूं तुझे भेज रहा हूं. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ, അതിന്റെ 6-ാം അധ്യായം അതിന്റെ 16 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 6वां अध्याय का 16 वाक्य से हम पढ़ेंगे. 15-ഉം 16-ഉം 15 और 16 वाक्य को पढ़ेंगे. उसने कहा, हे मेरे प्रभु बिंदी सुन, मैं इस्राएल को कैसे छुड़ाऊंगा? देख, मेरा कुल मनेशा में
सबसे कंगाल है। फिर मैं अपने पिता के घरानों में सबसे छोटा हूं। यहोवा ने उससे कहा, निश्चय मैं तेरा संग रहूंगा, इसलिए तू मिद्यानियों को ऐसा मार लेगा जैसे एक मनुष्य को। പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഗിദെയോൻ ആൻഡ് തൊട്ട് മുമ്പുള്ള വാക്യം കൂടെ പാസ്റ്റർ ഒന്ന് വായിക്കോ. അതിന്റെ 14ന്റെ അവസാന ഭാഗം കൂടെ. 14. अपनी इसी शक्ति पर जा और तू इसराइलियों को मिद्यानियों के हाथ से छुड़ाएगा, क्या मैंने तुझे नहीं भेजा? ആ നീ ഒരു മനുഷ്യ അല്ലെ, രണ്ട് വ്യക്തികൾ പോലെ സംസാരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. यहाँ हम देखते हैं दो व्यक्ति आपस में बात करते हैं, वैसे परमेश्वर और गिदोन के बीच में बात चल रही है। അല്ലെ, ഈ ബലത്തോടെ നീ പോവുക, इस शक्ति से तू जा, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. मैं तो तुझे भेज रहा हूं। പിന്നെ നീ എന്തിനു സംശയിക്കുന്നു? तू क्या के लिए शक करते हैं? എന്റെ ആത്മാവിനെ അല്ലേ നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. मेरी आत्मा को तेरे ऊपर उंडेला है। നീ വീണ്ടും ജനനം പ്രാപിച്ച് പുതുജനനം പ്രാപിച്ച് പുതു സൃഷ്ടിയായ വ്യക്തിയല്ലയോ? तू नया जन्म पाया, नया मनुष्यत्व को पहना है आप। നീ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച വ്യക്തിയല്ലയോ? तू पवित्रात्मा का अभिषेक पायु व्यक्ति है ना। നീ പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് ഭയപ്പെടുന്നു? तू समस्या के सामने क्यों डरते हो? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ മേലില്ലയോ? पवित्र आत्मा के भरपूरी तेरे ऊपर नहीं है क्या? പണ്ടത്തെ കാലങ്ങളെ നീ മറന്നുപോയോ? पिछले जो दिनों को तू भूल गया? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ വിശ്വസ്തനല്ലയോ? पिछले दिनों में चलाए हुआ परमेश्वर आज भी चलाने के लिए विश्वास योग्य है। ഓ, ദൈവത്തിന്റെ കരം കുറുകിപ്പോയെന്ന് നീ ചിന്തിക്കുന്നുവോ? परमेश्वर के हाथ छोटा है। ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ ഹല്ലേലൂയ, ദൈവം തന്നെ അവനെ ബലപ്പെടുത്തുകയാണ്. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. परमेश्वर उनको बल दे रहे हैं, मैं स्वयं तुझे भेज रहा हूं। പ്രിയമുള്ളവരെ, ഇതിലും വലിയൊരു ഉറപ്പ് നമുക്ക് എന്തിനു വേണം? इससे बढ़कर एक प्रेसलो वायदा हमें क्या चाहिए? അതുകൊണ്ടാണ് അപ്പോൾ തന്നെ നമ്മുടെ മോശ ന്യായങ്ങളും അല്ലെ കുറച്ച് എക്സ്ക്യൂസുകൾ പറയുന്നത് പോലെ ഗിദെയോൻ അവിടെ പറയുക, കർത്താവേ ഞാൻ ഏതുമല്ല, ഞാൻ ഹല്ലേലൂയ സ്തോത്രം. കണ്ടോ, ഞാൻ മനശ്ശയിൽ എന്റെ കുലം എളിയതാണ്, ഒരു കുടുംബ മഹിമയില്ല, കുടുംബത്തിനൊരു പേരില്ല, ഞാൻ വെറും ഒരു സാധാരണ ഒരു വ്യക്തി, എന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ഗിദെയോൻ പിന്നെയും ചോദിക്കുകയാണ്. जैसे मूसा ने कहा वैसे गिदोन भी यहाँ कहने लगा, प्रभु मैं इस्राएल कैसे छुड़ाऊं? देख मेरा कुल मानेशा में सबसे कंगाल है, फिर हम अपने पिता के घरानों में सबसे छोटा है, मैं कैसे इनको छुड़ाऊंगा? യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. यहोवा ने उससे कहा, निश्चय मैं तेरे संग रहूंगा। നീ മിദ്യാനരെ ഒരു മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. इसलिए तू मिद्यानियों को ऐसा मार लेगा जैसे एक मनुष्य को। ഇനി അതിന്റെ വ്യാപ്തി മനസ്സിലാകണമെങ്കിൽ ഈ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്നുള്ളതിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കണം. ഒന്ന് വായിച്ചാട്ടെ, 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. मेरे प्यारों, एक मनुष्य का समान मारेंगे करके जो बताया, उसकी व्याप्ति जो है आपको समझना है तो छठवां अध्याय का 5 वाक्य को आप पढ़ेंगे। क्योंकि वे अपने पशुओं और डेरों को लिए हुए चढ़ाई करते और टिड्डियों का दल के समान बहुत आते थे और उनके ऊँट भी अनगिन था। കണ്ടോ, ഒരു വെട്ടുക്കിളി കൂട്ടം എന്ന പോലെയാണ് ഈ മിദ്യാന്യ സൈന്യം, മിദ്യാന്യ കൂട്ടര് ഇസ്രയേലിന്റെ നന്മയിലേക്ക് കടന്നാക്രമിക്കുന്നത്. मेरे प्यारो, यहाँ एक टिड्डियों का समान, एक ढेर सेना का समान इसराइलियों को ऊपर हमला कर रहा था.
ചിലപ്പോൾ ഈ വെട്ടുക്കിളി കർഷകരായ നിങ്ങൾക്കറിയാം, വെട്ടുക്കിളികള് കൂട്ടമായി വന്നാല് നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഒരു കർഷകന് പലപ്പോഴും സാധിക്കുകയുള്ളൂ. एक किसान के बारे में आप सोचिए, एक टिड्डी ढेर आ गए तो किसान क्या कर सकते, देखते रहेंगे. അല്ലെ? കഴിഞ്ഞ വർഷം നമ്മള് രാജസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടു, വെട്ടുക്കിളികള് കൂട്ടമായി വന്നിട്ട് എന്ത് ചെയ്തു? കൃഷികളൊക്കെ നശിപ്പിച്ചത് നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. हमने जो राजस्थान के बारे में हमने सुना था पिछले दिनों में, बहुत टिड्डियां मारकर वहां का खेती पूरा खत्म कर दिया. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പലപ്പോഴും കർഷകൻ നിസ്സഹായനാണ്. ऐसा वक्तों में जो किसान है बहुत मुश्किल हो जाते हैं. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം ഗിദെയോനോട് പറയാണ്, നീ മിദ്യാനരെ ഒറ്റ മനുഷ്യനെ എന്ന പോലെ തോൽപ്പിക്കും. ऐसे अवसर पर प्रेज द लॉर्ड, परमेश्वर ने कहा, एक व्यक्ति को जैसे नाश करते हैं उस प्रकार इस मिस्रैम लोगों को तुम नाश करोगे. പ്രിയമുള്ളവരെ, ശത്രുവിനോട് ജയിക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അല്ല. शत्रु को के ऊपर जय पाना हमारी शक्ति, हमारे बल का कारण नहीं है. ശത്രുവിനോട് എതിർത്തു നിൽക്കുന്നത് നമ്മുടെ കഴിവോ ശക്തിയോ ഒന്നുമല്ല. शत्रु का सामना करना हमारी शक्ति, हमारा बल नहीं है. മറിച്ച് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. प्यारो, हमारे ऊपर जो उंडेला गया पवित्र आत्मा का शक्ति और सामर्थ के कारण है. ആമേൻ. നമുക്കിനി അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ഒന്ന് കടന്നു വരാം. हम प्रेरितों के पुस्तक में देखेंगे, അതിന്റെ 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. पहला अध्याय उसके 8 वाक्य कोई पढ़िए. ആരിൽ നിന്നാണ് നാം ഈ ഒരു അപ്പോയിന്റ്മെന്റ്, ഈ ഓർഡർ നാം പ്രാപിച്ചിരിക്കുന്നത്? हम किससे ये शक्ति सामर्थ को हमने पाया है? 1:8. पहला अध्याय उसके 8 वाक्य प्रेरितों. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ्य पाओगे और यरूशलेम और सारे यहूदिया और सामरिया में और पृथ्वी की छोर तक मेरे गवाह होंगे. ആമേൻ. കണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे. ആ ശക്തി പ്രാപിച്ചിട്ടാണ് നാം എവിടെ? ശമരിയയിലും യൂദയയിലും ജെറുസലേമിന്റെ അല്ലെ ലോകത്തിന്റെ അറ്റത്തോളം നമ്മള് കർത്താവിന്റെ സാക്ഷികളായി തീരും. मेरे प्यारो, यरूशलेम, यहूदिया और शमरिया, पृथ्वी के छोर तक हम प्रभु के गवाह होंगे. അല്ലെ? എന്ത് പറയുമെന്നോ എന്ത് ചെയ്യുമെന്നോ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. हम क्या करना है, क्या बोलना है सोचकर हमें डरने की जरूरत नहीं है. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. पवित्र आत्मा के सामर्थ हमारे ऊपर उंडेला जाएगा. ഞാനിപ്പോൾ സമയം കുറവായതുകൊണ്ട് അല്പമായിട്ടൊന്ന് പറഞ്ഞു നിർത്തുകയാണ്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ അപ്പോസ്തലന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. प्रेरितों का पुस्तक 2 अध्याय में हम देखते हैं आत्मा पर पूरी पाए हुआ प्रेरितों का पाए जाते हैं. ആളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ സഭ എവിടെ രൂപം കൊള്ളുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. पवित्र आत्मा का भरपूरी के साथ में कलीसिया का रोपण हो जाते हैं. പ്രിയമുള്ളവരെ, അന്ന് തുടങ്ങിയ സഭയുടെ അത്ഭുത വളർച്ച, അത്ഭുത പ്രവൃത്തി, അത്ഭുത ശക്തി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. मेरे प्यारे, उस दिन शुरू हुआ वो सामर्थ से भरपूर होकर शुरू हुआ कलीसिया का स्थापना आज भी चलते जा रहा है. ഇന്നും പ്രിയമുള്ളവരെ, നമ്മളിലൂടെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. मेरे प्यारो, हमारे द्वारा जो आज भी जो हो रहा है ये पवित्र आत्मा की सामर्थ है. ആമേൻ. ശിഷ്യന്മാരാല് അത്ഭുതങ്ങള്, അടയാളങ്ങള്, ഹല്ലേലൂയ, അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവവചനത്തിന്റെ അത്ഭുതങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. मेरे प्यारो, इस पुस्तक में प्रेज द लॉर्ड और चिन्ह चमत्कार अद्भुत काम हम देखते हैं.
നമുക്ക് ഒരു വാക്യം കൂടി ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 4:13 ഒന്ന് വായിച്ചാട്ടെ. प्रेरितों का पुस्तक 4 अध्याय का 13 वाक्य को हम पढ़ेंगे. जब उन्होंने पत्रोस और यूहन्ना का साहस को देखा और यह जाना कि ये अनपढ़ और साधारण मनुष्य है, तो आश्चर्य किया. फिर उनको पहचाना कि ये यीशु मसीह के साथ में रहे हैं. ആമേൻ. കണ്ടോ, ഗിദെയോൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മനശ്ശയിലെ ഒരു എളിയ കുടുംബത്തിലെ വെറും ഒരു സാധാരണ വ്യക്തിയാണ്. എനിക്കെങ്ങനെ മിദ്യാന്യരോട് വെട്ടിക്കിളി കൂട്ടം പോലെ നിൽക്കുന്ന മിദ്യാന്യ സൈന്യത്തോട് എനിക്കെങ്ങനെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കുമെന്ന് ഗിദെയോൻ ചോദിച്ചതുപോലെ ഈ പാവം പിടി Praise the Lord. Hallelujah. Praise the Lord. गिदयोन जो कह रहा है, मैं अपने कुल में छोटा हूँ, अपने लोगों में छोटा हूँ, कैसे मैं ये काम कर सकता है, वैसे यहाँ प्रेरितों का जीवन में भी हम देखते हैं. കണ്ടോ, ഹല്ലേലൂയ. മുക്കുവരും സാധാരണക്കാരുമായിരുന്ന, പഠിപ്പില്ലാത്തവര്, ഉന്നത വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്ന സാധാരണക്കാരായ അപ്പസ്തോലന്മാർ. मेरे प्यारों, जो अनपढ़ थे प्रेरित लोग साधारण से साधारण लोग थे, परंतु परमेश्वर उनके द्वारा काम करने लगा. കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ ആവസിച്ചപ്പോൾ, पवित्र आत्मा की भरपूरी उनके ऊपर उंडेलने जा गया. ദൈവവചനത്തിന്റെ ശക്തി നിറവ് അവരുടെ മേൽ കടന്നു വന്നപ്പോൾ, पवित्र आत्मा की भरपूरी उनके ऊपर आ गया. ഏതു മനുഷ്യരുടെ മുമ്പിലും, कोई भी मनुष्य के सामने हो, ഏത് ന്യായാസനത്തിന്റെ മുൻപിലും, कोई भी जो कचेरी के सामने हो, ധൈര്യത്തോടെ, हिम्मत के साथ, യാതൊരുവിധ മടിയും കൂടാതെ, कोई भी परेशानी ना होते हुए, യാതൊരുവിധ ഭയവും കൂടാതെ, बिना डर के साथ ദൈവവചനത്തിനും കർത്താവായ യേശുനാഥനും അവർ സാക്ഷികളായി തീർന്നു. परमेश्वर का वचन के लिए वो लोग गवाह बन गए. ഇത് कണ്ട് ന്യായാസനത്തിലിരുന്നവർ അത്ഭുതപ്പെട്ടു. वो देखे न्यायों के सामने जो था, उनको बहुत अचंभ हो गया. അവർക്കറിയാം ഇവർ വെറും മുക്കുവരായിരുന്നല്ലോ, उनको मालूम थे ये साधारण लोग थे, ഇവർ വെറും പഠിപ്പില്ലാത്തവരായിരുന്നല്ലോ, और लोग जो अनपढ़ है, ഇവർക്ക് എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു? इनको कैसे कैसे इनका जो अनुभव हुआ है, ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ജ്ഞാനത്തോടെ പെരുമാറാൻ സാധിക്കുന്നു? लोग कैसे ज्ञान के साथ में बोलने लगा, ഇവരിലൂടെ എങ്ങനെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു? അത് എങ്ങനെ സാധിക്കുന്നു? इनके द्वारा कैसे चिन्ह चमत्कार होने लगा. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ये पवित्र आत्मा का काम. അത് നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും ഒക്കെ അപ്പുറമാണ് പ്രിയമുള്ളവരെ. हमारे चिंता और विचार के उस पार है. പ്രിയമുള്ളവരെ, ഇന്നും ഈ ആത്മാവിന്റെ നിറവും പ്രവൃത്തിയും ഇന്നും സഭ മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. आज भी आत्मा के ये काम कलीसिया में पूरा उंडेला जा रहा है. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മ ശക്തിയിലും ദൈവവചനത്തിലും ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാനും ഹല്ലേലൂയ നമ്മൾ തയ്യാറാണോ? मेरे प्यारों, इस प्रभु के ऊपर इस सामर्थ्य में, अभिषेक में आप विश्वास करने के लिए तैयार है? ആമേൻ. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അപ്പോസ്തലന്മാരെ പോലെ, ഒരു ഗിദെയോനെ പോലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധികമായി ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. प्रेरितों का समान परमेश्वर इन दिनों में बड़ी सामर्थ्य के साथ आपको उपयोग करेंगे. ആമേൻ. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर इस वचन के द्वारा आपको बहुत आशीष दे. Praise God.
ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്കും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരാം. हम इन दिनों में परमेश्वर का वचन में हम बढ़ते जाएंगे. ഈ വചനങ്ങളാൽ ദയമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ, നന്ദി. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. Praise the परमेश्वर Lord. आपको बहुत ऐसा आशीष दे, बहुत ऐसा अनुग्रह दे. आमीन आमीन. हालेलुया। परमेश्वर का धन्यवाद हो। परमेश्वर ने बहुत ही सुंदर वचन के द्वारा परमेश्वर ने हमसे बोला और बातचीत किया। सचमुच महान परमेश्वर, सामर्थी और भय योग्य परमेश्वर है। हमने आज परमेश्वर के वचन से सीखा याकूब 4:7-8, परमेश्वर के अधीन हो जाओ और शैतान का सामना करो तो वह तुम्हारे पास से भाग निकलेगा। परमेश्वर के निकट आओ तो वह भी तुम्हारे निकट आएगा। हे पापियों, अपने हाथ शुद्ध करो और हे दूषित लोगों, अपने हृदय को पवित्र करो। हमें परमेश्वर के अधीन में रहना है और हमें परमेश्वर की उपस्थिति में रहना है। परमेश्वर का धन्यवाद हो। और हमने इफिसियों 2:8 और न्यायों 6:5, 6, 11, 12 और 13, 14 और 15, 16 हमने देखा। और प्रेरितों के काम 1:8 और 4:13 हमने परमेश्वर के वचन से सीखा। परमेश्वर ने